മലക്കിളിയിണയുടെ തളിരണിക്കൂട്ടിൽ നിന്നൊരിക്കലും പിരിയില്ല ഞങ്ങൾ, ഇനിയൊരിക്കലും പിരിയില്ല ഞങ്ങൾ. ചെറുമണിക്കനവുകൊണ്ടൊരു തുള്ളി വെളിച്ചം കൊണ്ടിവരുടെ കരക്കൂട്ടിനുള്ളിൽ ഞങ്ങളായിരമൂഞ്ഞാലുതീർക്കും. മലക്കിളിയിണയുടെ തളിരണിക്കൂട്ടിൽ നിന്നൊരിക്കലും പിരിയില്ല ഞങ്ങൾ, ഇനിയൊരിക്കലും പിരിയില്ല ഞങ്ങൾ. ചോലപ്പൊന്മാനെ നില പൊന്മാനെ ഞങ്ങളോട് കൂടെ കൂടില്ലേ. ചോലപ്പൊന്മാനെ നില പൊന്മാനെ ഞങ്ങളോട് കൂടെ കൂടില്ലേ. ഓ പാട്ടിന്റെ താഴ്വാരം ഒക്കുന്നു നിങ്ങൾക്ക്, ഉണരുന്നു കരയും കടലും, മുത്തുന്നു മുളയും കാറ്റും, വിടരുന്നു പൂവിനുള്ളം, കുളിരുന്നു മനസ്സും മനസ്സും. ഓ മലക്കിളിയിണയുടെ തളിരണിക്കൂട്ടിൽ നിന്നൊരിക്കലും പിരിയില്ല ഞങ്ങൾ, ഇനിയൊരിക്കലും പിരിയില്ല ഞങ്ങൾ. ഹയർ ക്ലാസ്സുകളുണ്ട്, ആ ക്ലാസ്സുകളിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോവുകയാണ്. അപ്പോ നമ്മുടെ ഏറ്റവും ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടമാണ് ഈ പ്രൈമറി വിദ്യാഭ്യാസ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളാക്കി എടുക്കുന്നത്. ഒരു കുട്ടി വരുമ്പോൾ 1ാം ക്ലാസ് ചെയ്യുമ്പോൾ അപ്പൊ ആ കുട്ടികളെ കുറെ കാര്യങ്ങൾ പഠിക്കാനും നന്മയും തിന്മയൊക്കെ വേർതിരിച്ചറിയാനും കുറെ വിവരങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് ഇത്തരം ചെറിയ പ്രൈമറി സ്കൂളുകളിലായിരിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് 2 രീതിയിലാണ് അല്ലേ. ഒന്ന് ഞാൻ സാധാരണ പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് നല്ല വിദ്യാഭ്യാസം, അറിവുള്ള ആളും നല്ല സ്വഭാവം. ഇവിടെ 1ാം ക്ലാസ് മുതൽ പഠിച്ച കുട്ടികൾ എത്ര ആണെന്ന് കൈവരിക്കുന്നുണ്ട്? LKG മുതൽ പഠിച്ച കുട്ടികളൊന്ന് കൈവരിക്കട്ടെ. കൈവരിക്കാം. എപ്പോഴും എങ്ങനെയായിരിക്കണം? സത്യസന്ധരായിട്ടും നല്ല സ്വഭാവത്തിന് ഉടമകളുമായിരിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള അനുഭവങ്ങളുണ്ട്, സങ്കടമുള്ള അനുഭവങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതറിയില്ല. പക്ഷെ എനിക്ക് വിഷമമുണ്ട്, സന്തോഷമുണ്ട് കേട്ടോ. കുറെ ഫ്രണ്ട്സിനെ കിട്ടി 6ാം ക്ലാസ്സിൽ. പിന്നെ 7ാം ക്ലാസ്സിൽ വന്നപ്പോ അവര് കുറെ പേര് സിയിലും ഡിയിലൊക്കെ വന്നു. പിന്നെ ഞങ്ങള് 7 ഡിയിലായപ്പോ സെറ്റായി. പിന്നെ ടീച്ചറായിരുന്നു 7ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ. എല്ലാ ടീച്ചറോടും